സെനത് നോക്കുന്ന കക്ഷികളാണല്ലോ. അതിന് എന്താണ് സെനതായി പറഞ്ഞത് അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. ഞാനതിന്റെ മറുപടി വേറെ പറയും. നിങ്ങൾ ശ്രദ്ധിക്കണം. 3 കാര്യമാണ് അതിൽ പൊന്മള ഉസ്താദിന്റെ ഒരു റിപ്പോർട്ടായി കൊടുത്തുകൊണ്ട് ചാനലിൽ വന്നത്. ഒന്ന്, അവർ കടുത്ത വഞ്ചന. ചാനലിൽ കൊടുത്ത ക്ലിപ്പ് കടുത്ത വഞ്ചനയാണ്. ഉസ്താദിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വാചകങ്ങൾ വെട്ടി നുറുക്കി, എന്നിട്ട് ചില വാചകങ്ങൾ ചാനലിലേക്ക് മുറിച്ചു കൊടുത്തു, ക്ലിപ്പ് കൊടുത്തു. ഞാനൊരു കാര്യം പറയട്ടെ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഏഷണി പറയുന്നവനെ നിങ്ങൾ കണ്ടാൽ ഒന്നാമതായി വേണ്ടത് അല്ലാ യുസദ്ദിഖഹു, അവൻ പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല. അവൻ എന്തുകൊണ്ട്? ലിഅന്നഹു ഫാസിഖുൻ, അവൻ തോന്നിവാസിയാണ്, തെമ്മാടിയാണ്. അതുകൊണ്ടാണ് അവൻ തോന്നിവാസിയാണ്, തെമ്മാടിയാണ്. അവന്റെ വാക്ക് സ്വീകരിക്കാൻ പറ്റില്ല. വാക്ക് സ്വീകരിക്കാൻ പറ്റാത്തവന്റെ ഒരു ക്ലിപ്പും സ്വീകരിക്കാൻ പറ്റില്ല. ഈ അടിസ്ഥാനം മുസ്ലിമികൾ മനസ്സിലാക്കി വെക്കണം. ക്ലിപ്പിനിയും പലതും ഇറങ്ങും, തട്ടിപ്പിന്റെ ക്ലിപ്പുകൾ. ഒരൊറ്റ ഒന്നും വാക്ക് സ്വീകരിക്കാൻ പറ്റാത്തവന്റെ ക്ലിപ്പ് സ്വീകരിക്കാൻ പറ്റില്ല. നിങ്ങളല്ലേ മുസ്ലിയാരെ ആദ്യമായി സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് ക്ലിപ്പ് വെച്ച് പ്രസംഗിച്ചത്? ഞാൻ വാക്ക് സ്വീകരിക്കാൻ പറ്റുന്നവനാണ്, അതുകൊണ്ട് നിങ്ങൾക്കത് സ്വീകരിക്കാം, അല്ലെങ്കിൽ അല്ല എന്നതിന് തെളിവ് കൊണ്ടുവരണം. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പറഞ്ഞു വന്നത് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മുടിയും കൊണ്ട് വന്നിട്ടുണ്ട്. ആ മുടി കൊണ്ട് വന്നിട്ടുണ്ട് എന്നും ഇതുപോലെ എസ്കക്കാർ ഒരു മുടി കൊണ്ടുവന്നിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ചില പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ബോംബെയിൽ നിങ്ങളൊരു ശിഷ്യൻ അതാ ഈ മുടിന്റെ സെനതും നോക്കി അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ പൊന്മള ഉസ്താദിനെ വിളിച്ച് ഒരാൾ പറഞ്ഞപ്പോൾ ഉസ്താദ് ചോദിച്ചു, അവനോട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ തെരഞ്ഞുകൊണ്ട് ആവശ്യമൊന്നുമില്ല, കാരണം ഞാനും പോയിരിക്കുന്നു ബോംബെയിൽ, പൊന്മള ഉസ്താദ് പോയിരിക്കുന്നു ബോംബെയിൽ, ഞങ്ങളാരും അത് തിരയാൻ പോയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ബോംബെയിലെന്നല്ല ലോകം മുഴുക്കെയുള്ള ആളുകളെക്കാൾ വിശ്വാസം മഹാനായ കാന്തപുരം ഉസ്താദിനെയാണ്. പിന്നെ അത് പരിശോധിക്കാൻ പോകാൻ ഞങ്ങളെന്താ വിട്ടികളാ? ഞങ്ങൾ ഒരു ഉത്തരവാദപ്പെട്ട സംഘടനയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്ത് ഞങ്ങളെ ശൈഖുനെ ഇരുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും തന്നെ അത് പരിശോധിക്കാൻ പറ്റില്ല. പരിശോധിക്കാൻ പോയവർക്ക് ആ സംശയങ്ങളും ഇഷ്കാലുകളൊക്കെ ഉണ്ടായത്. അതുണ്ടായത് എന്തുകൊണ്ടാ? നിയ്യത്ത് നല്ലതല്ലാത്തോണ്ടാണ്. നല്ല നിയ്യത്തോടെ പോയവർക്കുണ്ടായിട്ടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന വാചകത്തിന്റെ അപ്പുറവും ഇപ്പുറവും മുറിച്ചിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരു ക്ലിപ്പായി ചാനലിൽ കൊടുത്തു. ഞാൻ ആ ചാനൽ നിങ്ങൾ കേൾപ്പിക്കുന്നു, ശേഷം അത് പൂർണ്ണമായ നിലക്കും ഞാൻ കേൾപ്പിക്കും. പ്രവാചകന്റെ തിരുശേഷം എന്ന പേരിൽ കാന്തപുരം അവതരിപ്പിച്ച മുടിക്കെതിരെ സംഘടനയിലെ തന്നെ പ്രമുഖ നേതാവ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ രംഗത്തെത്തി. പൊന്മള ഉസ്താദ് വരെ അത് പിന്നെ കണ്ടു ബോധ്യപ്പെട്ടതാ. ഇനി അതിൽ കൂടുതൽ എന്താ വേണ്ടെന്നാണ് ഇപ്പം പ്രചരണം. ഞാൻ കണ്ടിട്ടില്ല, അതിന് പോയിട്ടില്ല. ഇത് ഉസ്താദ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. അതൊക്കെ ഞങ്ങളെന്നാണ് പറഞ്ഞു. ഞങ്ങളെന്നാണ് പിന്നെ കൂടെ പറഞ്ഞു. എല്ലാം വളരെ റോങ് പരിപാടിയാണ്. സമസ്ത ജോയിന്റ് സെക്രട്ടറിയും SYS സംസ്ഥാന പ്രസിഡന്റുമാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. പ്രവാചകന്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് കേട്ടു നോക്കി ആൾക്കാർക്ക് എന്താ തോന്നുക? ഷെയറു പാർക്ക് റോങ് ആണ് എന്ന് ഉസ്താദ് പറഞ്ഞു എന്നാ തോന്നുക. വാസ്തവത്തിൽ പറഞ്ഞ വിഷയം എന്താണ്? പറഞ്ഞ വിഷയം ഇത് പരിശോധിക്കാൻ പോയി. അതുപോലെ തന്നെ ജീലാനി തങ്ങളുടെ ഒരു മുടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അതിന്റെ പുറമെ ചില ആളുകൾ ഒരു മുടിക്ക് ഒരു സ്വീകരണം കൊടുത്തു ആ കോഡ് വെച്ച്, പിന്നെ ഒരു ആനയിക്കൽ കൊടുത്തു എയർപോർട്ടിലേക്ക്. അത് റോങ് പരിപാടിയാണെന്ന് ഉസ്താദിന്റെ മുമ്പിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അത് നിങ്ങളൊന്ന് കേട്ടോളൂ. അതിന്റെ ആദ്യ ഭാഗം അവസാന ഭാഗവും മധ്യഭാഗവും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് വെച്ചു. ജീലാനി തങ്ങളെ മുടിയെന്നും പറ്റാൻ, പിന്നെ ഷെയ്ഖ് ജീലാനി തങ്ങളെ മുടിയെന്നും പറ്റാൻ ഇയാൾ ഇപ്പം കൊണ്ടാണ്. എന്നിട്ട് അയിമേൽ കുറെ ആള് അതിനേക്കാൾ ഇപ്പം വലിയ സങ്കടം എന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങള് ഉസ്താദിന്റെ അംജദീനെ കൊണ്ടാണ് ഇപ്പൊ. ഇയാൾ എന്തിനാണ് പഠിച്ചാണ് ഇതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടി? ഇയാള് ബോംബെയിലുള്ള ആളുകളോട് മുഴുവൻ ഇപ്പം പറയുന്നേ പൊന്മള ഉസ്താദ് ആ അംജദി ഞാൻ പറഞ്ഞിക്കെന്ന് പറയണ്ട, പൊന്മള ഉസ്താദ് വരെ അത് ബോധ്യപ്പെട്ടിനെന്ന് അംജദിനോട് നിങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. എനിക്ക് യാതൊരു പിന്നെ ഞാൻ അവിടെ വെച്ച് ടീച്ചറിനൊക്കെയാണ് അച്ഛനെ ഞാൻ ഒന്നല്ല ഞാൻ അങ്ങനെ ഞാൻ തന്നെ ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ ടീച്ചറിനൊക്കെയാണ്. എന്നിട്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഞാനും നസീർ അസീരിയും ജിഷാനും SK
ഐക്കാരെ ചാരൻ എന്നാണ് ഇപ്പൊ ബോംബെയിൽ പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് ഈ വിഷയത്തിൽ സംശയം ചോദിക്കുന്ന ആളുകളോട് ഇപ്പം പറയുന്നത് വെച്ചാൽ പൊന്മോൾ ഉസ്താദ് വരെ അത് കണ്ടു ബോധ്യപ്പെട്ടതാ, ഇനി അതിൽ കൂടുതൽ എന്താ വേണ്ടതെന്നാണ് ഇപ്പം പ്രചരണം. ഞാൻ കണ്ടിട്ടുമില്ല അതിന് പോയിട്ടുമില്ല. എന്നോട് ആളുകളുടെ വാക്ക് ഉസ്താദ് പറഞ്ഞപ്പോ ഞാൻ ഉള്ളോണ്ട് ചിരിച്ചു. കാരണം നമുക്കറിയാലോ ഇതിന്റെ അവസ്ഥ. പിന്നെ ഇയാളെന്തിനും ഇതിന്റെ പിന്നാലെ പോന്നെ. അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇത് ഉസ്താദ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോക്ക്. അതായത് ജാലിയൻവാല അമ്പലക്കടവിന് കൊടുത്ത ഒരു 7 മുടിയുണ്ടല്ലോ, അത് ഇവര് പോലീസ് കേസ് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിയിരുന്നു. ആ തിരിച്ച് ഇവര് കിട്ടിയപ്പോ നൗഷാദ് യാസീനെ അടക്കം കുറെ ആളുകൾ അത് പിന്നെ മൗലിദൊക്കെ ചൊല്ലി തലവൽ ബദറുവലൊക്കെ പാടിയിട്ടാണ്. അതൊക്കെ ഞങ്ങൾ നാളെ പറഞ്ഞു. ഞങ്ങളിന്നാണ് പിന്നെ കൂടെയൊക്കെ പറഞ്ഞു. എല്ലാം വളരെ റോങ് പരിപാടിയാണ്. അല്ല, എന്നിട്ട് ഉസ്താദിന്റെ വിഷയം പറഞ്ഞാൽ ഞാൻ ഇന്ന് പറഞ്ഞത് അത് ഇവർ ഇസ്ലാമിക് സെന്ററിൽ കോഴിക്കോട് അവിടെ അടിച്ചു വാരുന്ന അമ്മു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുടിയാ പോലെ ഇവർ ജാലിയൻവാലയ്ക്ക് ഇവർ തിരിച്ചു കൊടുത്തത്. അപ്പൊ എന്നിട്ട് അല്ലെങ്കിൽ എന്തായാലും തിരിച്ചു കൊടുക്കുമ്പോ വിശ്വസ്തമായി അവര് കൊടുക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ കഴിയോ? ഇതാണ് റോങ് പരിപാടി എന്ന് ഉസ്താദ് പറഞ്ഞത്. അതായത് സംഘടന പറയാതെ, സംഘടനയോട് ചോദിക്കാതെ, സംഘടനാ നേതൃത്വം പറയാതെ ചില വിഷയങ്ങൾ